ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതേ ഇന്ന് പുളിഞ്ചി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനിതാ ഈ അടുപ്പിൽ പുറത്ത് നമുക്ക് എവിടെ വെള്ളം കത്തിക്കാൻ പറ്റുന്ന അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുളിഞ്ചിയിൽ ഇതാ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആവും. അതിൽ പച്ചമുളക്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടാം കേട്ടോ. കുറച്ച് മുളകും പൊടി ഇടാം. പിന്നെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ. തള വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇടാൻ കുറച്ച്. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. നമുക്ക് ഉപ്പ് ഒന്ന് തിളച്ചിട്ടിടാം. ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കിടാം. നന്നായി ഇളക്കിയിട്ട് അടച്ചിടാം. നമുക്ക് കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാം. കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാം കേട്ടോ. ഇത് മതിയോ? അപ്പോൾ അങ്ങനെ നമ്മുടെ പുളിഞ്ചി തിളച്ച് തുടങ്ങിയിട്ടാണ്. തിളച്ച് തുടങ്ങി. നന്നായി വറ്റി വരണം. നമുക്ക് ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. കേട്ടോ. ചേർക്കാനായിട്ട് ഞാൻ ഉരുക്കി അരിച്ച് അതിൻ്റെ മണ്ണൊക്കെ കരടൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇതപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ കേടുവരില്ലേ. അപ്പോൾ ഞാൻ ഇത് പുളിഞ്ചിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചുള്ളതാണ് കേട്ടോ. ഇത് നന്നായി കത്തുണ്ട്. ഇത് വിറകില്ലെങ്കിലും നമുക്ക് ചട്ട കൊണ്ട് കത്തിക്കാൻ പറ്റൂട്ടോ. ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ വിറക് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഇനി വെറുതെ വേസ്റ്റായി ചതല് പിടിച്ച് പോകണ്ട വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ കത്തിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഐറ്റം ആവുകയും ചെയ്യും. അപ്പോൾ അത് കത്തി പോവുകയും ചെയ്യുമല്ലോ. നമ്മുടെ പുളിഞ്ചി തിളച്ചു കേട്ടോ. നന്നായി തിളച്ചു ഉണ്ടോ. നന്നായി തിളച്ചു. നന്നായി വറ്റട്ടെ കേട്ടോ. നന്നായി തിളയ്ക്കുന്നുണ്ട്. പാവും വേണ്ടിയിട്ടോ ഇട്ടിട്ടാണ് അടച്ചിട്ട് നന്നായി തിളച്ച് മാറിയണം കേട്ടോ. ചുക്കുപൊടി ഇടണം കേട്ടോ. ചുക്കുപൊടി ഇട്ടു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ പുളിഞ്ചിയിൽ വറുത്തിടാനായിട്ട് കടുക്, ഉലുവ ഇതിലിടണം. കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിൻ്റെ അതിൽ മുളക് ഇടാം കേട്ടോ. ഉണക്കമുളക്. കടുകും ഉലുവയും പൊട്ടിയിട്ടാ. അപ്പം ചെയ്ത മുളകും കൂടി മുളകും വേപ്പിൻ്റെ അതിൽ ഇതാട്ടു കേട്ടോ.
അതൊന്ന് നോക്ക്. അത് അതിലേക്ക് ഒന്ന് മൂത്ത ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മുടെ പുളിഞ്ചി ആയി കേട്ടോ. പുളിഞ്ചി ഇതാ റെഡി. പിന്നെ ശർക്കരപ്പാനി അതിൽ ചേർക്കൂട്ട ആവശ്യത്തിനനുസരിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ആണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ.